കൂടുതൽ സന്ദർശക വിസകൾ അനുവദിച്ച് സൗദി അറേബ്യ ദിവസം 55,000-ഓളം വിസകൾ എന്ന തോതിൽ ഇപ്പോൾ അനുവദിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജിദ്ദയിൽ നിന്ന് ജിലിൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ 2030 ആകുമ്പോഴേക്കും 15 കോടി വിദേശ സന്ദർശകരെയാണ് സൗദി ലക്ഷ്യം വെക്കുന്നത്. പല രീതിയിലുള്ള വിസിറ്റ് വിസകൾ, ഉംറ വിസ, ടൂറിസ്റ്റ് വിസ തുടങ്ങി പല രീതിയിലുള്ള വിസകൾ വഴിയാണ് ഇത്രയും പേരെ പ്രതീക്ഷിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ വിസകളൊക്കെ അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുവദിക്കുന്ന വിസകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പ്രതിദിനം ഏതാണ്ട് 55,000-ഓളം വിസിറ്റ് വിസകൾ അനുവദിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം സൗദി വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നത്. അതായത് മിനിറ്റിൽ 39 വിസകൾ, ഓരോ 1.5 സെക്കൻഡിലും ഒരു വിസിറ്റ് വിസ എന്ന രീതിയിൽ സൗദി ഇപ്പോൾ അനുവദിക്കുന്നുണ്ട്. 2025 മൂന്നാം പാദത്തിലെ കണക്കനുസരിച്ച് ഈ 90 ദിവസത്തിനിടയിൽ സൗദി അനുവദിച്ചത് 50 ലക്ഷത്തിലേറെ വിസകളാണ് വിദേശികൾക്ക്. ഇതിൽ 32.7 ലക്ഷം, അതായത് 65% ഉംറ വിസകളാണെന്നും റിപ്പോർട്ട് പറയുന്നു. 6 ലക്ഷത്തിലേറെ ടൂറിസ്റ്റ് വിസകളും 5 ലക്ഷത്തോളം ഫാമിലി വിസിറ്റ് വിസകളും അനുവദിച്ചു. ഇതിനു പുറമെ ട്രാൻസിറ്റ് വിസയും ഉണ്ട്. അതായത് 96 മണിക്കൂർ സമയം പുറത്തിറങ്ങാൻ അനുവദിക്കുന്ന സൗദി വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്നവർക്ക് 96 മണിക്കൂറിൻ്റെ ട്രാൻസിറ്റ് വിസയും അനുവദിക്കുന്നുണ്ട്. ഈ ട്രാൻസിറ്റ് വിസ വഴിയും ഉംറ നിർവഹിക്കാനും സൗദിയുടെ വിനോദ പരിപാടികളിൽ പങ്കെടുക്കാനും ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കാനുമൊക്കെ അനുമതിയുണ്ട്. ആഗോള ടൂറിസം കേന്ദ്രമായി സൗദിയെ മാറ്റുക എന്നതാണ് സൗദി ടൂറിസം മന്ത്രാലയത്തിൻ്റെ ലക്ഷ്യം. ഉംറ തീർത്ഥാടകർക്ക് പുറമെ ഇപ്പോൾ സീസൺ ഫെസ്റ്റിവലിലേക്ക്, ഇപ്പോൾ റിയാദ് സീസൺ ഫെസ്റ്റിവൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. ഇങ്ങനെയുള്ള സീസൺ ഫെസ്റ്റിവലിലേക്കും അതോടൊപ്പം തന്നെ ചരിത്ര സ്ഥലങ്ങളിലേക്കുമൊക്കെ നിരവധി വിദേശ സന്ദർശകരെയാണ് സൗദി പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.